ISL 2024-25 സീസൺ സെപ്റ്റംബർ 13 ആരംഭിക്കുകയാണ്. പുതിയ സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ സ്ക്വാഡിനെ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ സെപ്റ്റംബർ 9 പുതിയ സീസണിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സ്ക്വാഡിനെയും ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിലെ സ്ക്വാഡിലുള്ള വിദേശ താരങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത സീസണിൽ എന്തൊക്കെ തരത്തിലുള്ള ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാൻ സാധിക്കും? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ നിര ശക്തമാണോ? ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള ഒരു ഫോറിൻ സ്ക്വാഡിനെ പറ്റിയുള്ള ഒരു ചെറിയ അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജീസസ് ജിമിനസ് ഉൾപ്പെടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ മുഴുവൻ 7 വിദേശ താരങ്ങളാണ് ഉള്ളത്. അതിൽ 6 താരങ്ങളെ മാത്രമേ ISL കളിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജോഷുവ സൊറ്റീരിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിന് വേണ്ടിയുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തുകയില്ല. ടീമിൻ്റെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ജോഷുവ സൊറ്റീരിയെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാക്ക് ലൈനിൽ നിന്ന് തുടങ്ങാം. സെൻറ്റർ ബാക്ക് പൊസിഷനിൽ മിലോസ് ഡിങ്കിച്ച് ഉണ്ട്. മിക്കാൽ സെഹ്റയുടെ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്കുള്ള ഒരു ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും മിലോസ് ഡിങ്കിച്ച്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അത്യാവശ്യം നല്ല പ്രകടനം തന്നെയായിരുന്നു മിലോസ് ഡിങ്കിച്ച് കാഴ്ചവെച്ചത്. ഈ ഡുറാൻഡ് കപ്പിൽ മിലോസ് ഡിങ്കിച്ച് കുഴപ്പമില്ലാത്ത പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചു. അവസാന മത്സരമായ ബംഗളൂരു FC-ക്കെതിരെ മിലോസ് ഡിങ്കിച്ചിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് മിക്കാൽ സെഹ്റ സിസ്റ്റത്തിന് പറ്റിയൊരു സെൻറ്റർ ബാക്ക് തന്നെയാണ് മിലോസ് ഡിങ്കിച്ച്. അടുത്തതായി അലക്സാണ്ടർ കോയഫ് ആണ്. ഒരു സെൻറ്റർ ബാക്ക് എന്നതിലുപരി ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള താരം തന്നെയാണ് അലക്സാണ്ടർ കോയഫ്. മിക്കാൽ സെഹ്റ അലക്സാണ്ടർ കോയഫിന് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ കളിപ്പിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. അലക്സാണ്ടർ കോയഫിന് ഡുറാൻഡ് കപ്പ് മത്സരങ്ങളിൽ അതിയായ അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ നല്ല ഫിസിക്കും പാസിംഗ് എബിലിറ്റിയുള്ള താരം തന്നെയാണ് കോയഫ്. പ്രതിരോധത്തിനും മധ്യനിരയിലും നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന താരം തന്നെയാണ് അലക്സാണ്ടർ കോയഫ്. അടുത്തതായി ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനും മജീഷ്യനുമായ അഡ്രിയാൻ ലൂണയാണ്. കഴിഞ്ഞ 3 സീസണുകളായി കേരള ബ്ലാസ്റ്റേഴ്സിനെ മധ്യനിര അടക്കി ഭരിക്കുന്ന താരമാണ് ലൂണ. ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ISL-ലെ ലൂണയുടെ 4ാമത്തെ സീസണാണ് വരാൻ പോകുന്നത്. ലൂണയുടെ ഒരു പ്ലേ മേക്കിങ്ങിലാണ് ഈ കഴിഞ്ഞ 3 സീസണുകളും ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ഇനി ഈ വരുന്ന സീസണുകളിലും അങ്ങനെ തന്നെയാകും. അടുത്തതായി നോവ സദോയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡുറാൻഡ് കപ്പിൽ മികച്ച പ്രകടനം തന്നെയാണ് നോവ സദോയ് കാഴ്ചവെച്ചത്. ഡുറാൻഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ടും നോവ സദോയ്ക്കാണ് ലഭിച്ചത്. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ ഒരു കരുത്ത് തന്നെയാണ് നോവ സദോയ്. അത്യാവശ്യം നല്ല സ്പീഡിയും സ്കില്ലിയുമായിട്ടുള്ള പ്ലെയറാണ് സദോയ്. അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാനിയൻ യുവതാരമായിട്ടുള്ള ക്വാമെ വെപ്രയാണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ല പ്രകടനം തന്നെയാണ് ക്വാമെ വെപ്ര കാഴ്ചവെക്കുന്നത്. ഈ വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ ക്വാമെ വെപ്ര ഒരു നല്ല മുതൽക്കൂട്ട് തന്നെയാണ്. ഡുറാൻഡ് കപ്പിലെല്ലാം നല്ല പ്രകടനം തന്നെയാണ് ക്വാമെ വെപ്ര കാഴ്ചവെച്ചത്. ഈ ഒരു പ്രകടനം ക്വാമെ വെപ്ര ISL-ലും തുടരുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം കൂടുതൽ ശക്തിപ്പെടും. അടുത്തതായി കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായി സൈൻ ചെയ്ത വിദേശ താരമായ ജീസസ് ജിമിനേസ് ആണ്. ഒരു പ്രോപ്പർ സ്ട്രൈക്കർ. ദിമിത്രിയോസ് ഡയമന്റോസിന് പകരക്കാരനായിട്ടുള്ള സ്ട്രൈക്കർ തന്നെയാണ് ജീസസ് ജിമിനേസ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് നല്ല ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാൻ സാധിക്കുന്ന പ്ലെയർ തന്നെയാണ് ജീസസ്. അഡ്രിയാൻ ലൂണയും നോവ സദോയും ജീസസ് ജിമിനേസും ഇവർ തന്നെ ഒരു കോംബോ തന്നെ ഉണ്ടാക്കിയെടുത്താൽ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയും മുന്നേറ്റ നിരയും ഒരുപോലെ ശക്തിപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവരിത്രയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള വിദേശ നിര. അത്യാവശ്യം നല്ല ശക്തമായിട്ടുള്ള നിര തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇക്കുറിയുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ലൊരു ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാൻ സാധിക്കുന്ന താരങ്ങൾ തന്നെയാണ് ഇക്കുറി ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ഇവരെല്ലാം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.